തമിഴ് മലയാളം നടി ലക്ഷ്മി മേനോൻ ഒളിവിൽ പോയി. അവര് കഴിഞ്ഞ ദിവസം ഒരു ഗുണ്ടാ സംഘവുമായി ഏറ്റുമുട്ടി. ലക്ഷ്മി മേനോനും വിട്ടുകൊടുത്തില്ല. 24-ാം തീയതി ലക്ഷ്മി മേനോനും സംഘവും അവരെ എറണാകുളം പ്രീമിയം ബാറിൽ പോയി മദ്യപിച്ചു. അവര് നടിയാണ്, മലയാളത്തിലും തമിഴിലൊക്കെ നല്ലതായിട്ട് അഭിനയിച്ച ഒരു നടിയാണ്. 29 വയസ്സുണ്ട്. അവര് തമിഴിൽ വളരെ പ്രശസ്തയാണ്, നല്ല അഭിനയ ചാതുര്യമുള്ള സ്ത്രീയാണ്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോ ഒരു മദ്യപാനിയായോ എന്നൊരു സംശയമുണ്ട്. കാരണം പ്രീമിയം ബാറില് ഒരു ചെറിയ തർക്കോ അടിപിടി ആദ്യം ഉണ്ടായി. ബാറിലെ അവിടെ പരൂർ വെടിമറയിലുള്ള മിഥുൻ, അയാൾക്ക് 40 വയസ്സുണ്ട്. പറവൂർ ഗോതുരുത്തി സ്വദേശി അനീഷ്, ആലപ്പുഴ കുട്ടനാട് സ്വദേശി സോന മോള്, അവരും സിനിമയിലൊക്കെ തല കാണിച്ചിട്ടുണ്ട്, 25 വയസ്സ്. ഇവരും ലക്ഷ്മി മേനോനും പ്രീമിയം ബാറിലിരുന്നു മദ്യപിച്ചു. ഈ സമയത്ത് അവിടെ എതിർചേരിയിലെ ഉണ്ടായിരുന്ന 3-4 പേര് ഇവരെ സിനിമാ നടിയാണെന്ന് മനസ്സിലായി ഇവരോട് കൂടുതൽ അടുക്കാൻ നോക്കി. ഇവരത് വകവച്ചില്ല. അതൊരു തർക്കമായി. അങ്ങോട്ടും ഇങ്ങോട്ടും ബാറിൽ വെച്ച് അടി നടന്നു. വെടിമറക്കാരൻ മിഥുനും അതുപോലെ അനീഷും കുട്ടനാട് സ്വദേശി സോനാമോളും ലക്ഷ്മി മേനോനും ഒക്കെ ചേർന്ന് അവിടെ ബാറിൽ വന്ന എറണാകുളത്ത് തന്നെയുള്ള അലിയാർ അല്ലെങ്കിൽ ആലുവയിൽ താമസിക്കുന്ന അലിയാർ ഷാ സലീമിനുമായിട്ട് ഒരു ഏറ്റുമുട്ടൽ. അലിയാർ ഷാ സലീമിൻ്റെ കൂടെ 2-3 പേരൂടെ ഉണ്ടായിരുന്നു. അവരും മദ്യവെച്ചിട്ടുണ്ട്. അവര് സിനിമാ നടിയെ കണ്ടപ്പം സംസാരിക്കണം, ഒന്ന് അടുത്തിരുന്ന് സംസാരിക്കണം, അങ്ങനെ അവർ ശ്രമിച്ചു. അത് അവരുടെ കൂടെ ഉണ്ടായിരുന്ന പയ്യന്മാരെ എതിർത്തു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി, പിന്നെ അടിയായി. ബാറിനകത്ത് നല്ല അടി നടന്നു. അതിനുശേഷം ബാറിന് വെളിയിലോട്ടായി അടി. വെളിയിലോട്ട് അടി നടന്നു. പരസ്പരം 2 കൂട്ടരും അടിച്ചു. അലിയാർ ഷായും സുഹൃത്തുക്കളും അവിടുന്ന് അടി കഴിഞ്ഞിട്ട് നേരെ കാറി കയറി അവിടുന്ന് സ്ഥലം വിട്ടു. പക്ഷേ പിന്നീട് നടന്നത് വളരെ നാടകീയമാണ്. ഈ ലക്ഷ്മി മേനോനും സോനാമോളും പറവൂരുകാരൻ മിഥുനും പറവൂരുകാരൻ ഗോതുരുത്തി സ്വദേശി അനീഷും കൂടെ കാറിൽ അവരെ ചേസ് ചെയ്തു. അവരെ വഴിക്കിട്ട് പിടിച്ചു, കാറ് തടഞ്ഞു പിടിച്ചു. അലിയാർ ഷായെയും മറ്റും ക്രൂരമായി മർദ്ദിച്ചു. അയാളെ ഇവരുടെ കാറിൽ വലിച്ചു കയറ്റി. അതിനുശേഷം തോട്ടക്കാട്ടുകരയിൽ കൊണ്ടുപോയി മർദ്ദിച്ച ശേഷം ഉപേക്ഷിച്ചു. ഏതായാലും അലിയാർ ഷാ നോർത്ത് പോലീസ് സ്റ്റേഷൻ വന്ന് മൊഴി പറഞ്ഞ് കേസ് രജിസ്റ്റർ ചെയ്തു. ഇമ്മീഡിയറ്റ് ആയിട്ട് പോലീസ് നടപടിയെടുത്തു. അത് മിഥുനെയും അനീഷിനെയും സോനാമോളിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. അവരെ ചോദ്യം ചെയ്തു കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞ് ഞങ്ങളുടെ കൂടെ ലക്ഷ്മി മേനോനും ഉണ്ടായിരുന്നു. അപ്പൊ ആ കാറിൽ ലക്ഷ്മി മേനോൻ ഉണ്ടെന്ന് മനസ്സിലായി. CCTV ദൃശ്യം നോക്കി, ലക്ഷ്മി മേനോൻ കാറിലുണ്ട്. കാറിലിരുന്ന ലക്ഷ്മി മേനോനെ കണ്ട് അലിയാർ ഷാ സംഘവും തിരിച്ചറിഞ്ഞു. അതേസമയത്ത് സോനാമോള് തന്നെ ആക്രമിച്ചതിന് പറഞ്ഞ് അവര് ഒരു കൗണ്ടർ കേസ് കൊടുത്തിട്ടുണ്ട്. അതിനും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ഏതായാലും ലക്ഷ്മി മേനോൻ ഹൈക്കോടതിയിലേക്ക് നീങ്ങി മുൻകൂർ ജാമ്യത്തിന്. അങ്ങനെ അവര് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചതുകൊണ്ട് ഹൈക്കോടതി തൽക്കാലം അവരെ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. മറ്റു 3 പേരെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതേസമയത്ത് അലിയാർ ഷാ സംഘത്തിന് എതിരായിട്ട് സോനാമാൾ കൊടുത്ത പരാതിയിൽ നോർത്ത് പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. അത് രാത്രി 11:45 ഇയാളെ കാറിൽ പിടിച്ചു കയറ്റി ലക്ഷ്മി മേനോൻ ഉൾപ്പെടെയുള്ളവരെ തോട്ടക്കാട്ടുകരയിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുകയും കാറിലിട്ട് മർദ്ദിക്കുകയും ചെയ്തു. മലയാളത്തിലെ അറിയപ്പെടുന്ന നടിയാണ് ലക്ഷ്മി മേനോൻ.
നല്ല അഭിനയ ചാതുര്യമുള്ളവരാണ്. തമിഴ്നാട്ടിലെ അവർ കുങ്കിയിലെ അഭിനയം അവരെ മികവുറ്റ നടിയായിട്ട് പലരും കണക്കാക്കി. ശിവാജി ഗണേശന്റെ കൊച്ചുമകൻ പ്രഭുവിൻ അല്ലെങ്കിൽ വിക്രം പ്രഭുവിന്റെ, ശിവാജി ഗണേശന്റെ മകൻ പ്രഭുവിന്റെ മകൻ വിക്രം, അയാളുമായിട്ടാണ് അവർ നായികയായിട്ട് ഒരു സിനിമയിൽ കുങ്കിയിൽ അഭിനയിച്ചത്. മലയാളത്തെ ആദ്യത്തെ സിനിമ ലക്ഷ്മിയോണൻ രഘുവിന്റെ സ്വന്തം റസിയ എന്നൊരു സിനിമ, ഡയറക്ടർ വിനയന്റെ, അതിൽ കൂടിയാണ് ഇവർ മലയാളത്തിൽ രംഗപ്രവേശം ചെയ്യുന്നത്. അതേസമയത്ത് ദിലീപിന്റെ അവതാരത്തിലും അവർ നടിച്ചിട്ടുണ്ട്. അതിലൊരു മണിമേഖല എന്നൊരു ക്യാരക്ടർ അവരെ മലയാളത്തിൽ പ്രശസ്തയാക്കിയിട്ടുണ്ട്. ഏതായാലും ഉയർന്നു വരുന്ന ഒരു നടിയാണ്. പക്ഷെ പതുക്കെ പതുക്കെ അവർ മദ്യത്തിലേക്ക് അടിമയായോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സോനാ മോളും അങ്ങനെ തന്നെ ബാറിൽ പോയാണ് കഴിക്കുന്നത്. ബാറിൽ പോയി കഴിക്കുക എന്ന് പല മലയാളി നടികളും സീരിയൽ നടികളും ഒക്കെ ഇപ്പോൾ ബാറിൽ പോയി ആ ബാറിലിരുന്ന് മറ്റുള്ള ആൺ സുഹൃത്തുക്കളൊപ്പം ഇരുന്ന് മദ്യപിക്കുന്ന വളരെയധികം കാര്യങ്ങൾ ഇപ്പം മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ഒരു ബാറിലെ ഒരു സ്ത്രീ ബാറിലിരുന്ന് കുടിച്ച് മറ്റുള്ളവരുമായിട്ട് തർക്കമായി ഇവർ കത്തിയെടുത്ത് കുത്തി ഒരാളുടെ ചെവിക്ക് പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. അപ്പം പൊതുവെ എറണാകുളത്തെ ബാറുകളിലൊക്കെ സ്ത്രീകൾ ധാരാളം പേര് വരുന്നുണ്ട്, കഴിക്കുന്നുണ്ട്. അതുപോലെ സിനിമാക്കാര്, സീരിയൽക്കാരും, പെൺകുട്ടികൾ, സ്ത്രീകളും ഒക്കെ ഇപ്പം മദ്യപാനം തുടങ്ങിയിട്ടുണ്ട്. സിനിമയിൽ തീർച്ചയായിട്ടും മദ്യപാനം ഒരു അവശ്യ ഘടകമായിട്ട് വന്നിട്ടുണ്ട്. അതോടുകൂടി മദ്യപാനം ഒരു ശീലമാക്കിയ പല നടിമാരും ഉണ്ട്. രഹസ്യമായിട്ട് കഴിക്കുന്നവരുണ്ട്, പരസ്യമായിട്ട് കഴിക്കുന്നവരുണ്ട്. പക്ഷേ ഇവരുടെ കൂടെ പല ഗുണ്ടകളും ഇപ്പം വന്നു. അങ്ങനെയുള്ള ഗുണ്ടാപ്രവർത്തനം നടത്തുന്ന ഒപ്പം നടന്നാൽ ഇവരും കേസിലെ പ്രതിയാവും. അത് തന്നെയല്ല, അറസ്റ്റ് ഉണ്ടാവും, റിമാൻഡ് ചെയ്യുന്നു. അവർക്ക് ഇനി നടനം നടത്താനോ ഒരു നടിയായിട്ട് അറിയപ്പെടാനോ കഴിയില്ല. അവരെ ക്രിമിനലായിട്ട് മാത്രമേ കാണാൻ കഴിയുള്ളൂ. അത് തന്നെയുമല്ല, അവരെ വഴി കാപ്പ ചുമത്താനും സാധ്യതയുണ്ട്. കണ്ണൂർ ഭാഗത്തുള്ള പല നടിമാരും എക്സ്ട്രാ നടിമാരും ഒക്കെ മദ്യവെച്ച് റോഡിൽ കിടന്ന് തല്ലുണ്ടാക്കുന്നതൊക്കെ നമ്മൾ CCTV ദൃശ്യത്തിൽ കൂടെ കണ്ടു. കാരണം കാലുപൊക്കി അടിക്കുന്നതും തൊഴിക്കുന്നതൊക്കെ കണ്ടു ഞാൻ. അത് കണ്ണൂര് മാത്രമല്ല, തിരുവനന്തപുരത്തും ഉണ്ടായിട്ടുണ്ട്, എറണാകുളത്തും ഉണ്ടായിട്ടുണ്ട്. പൊതുവെ മലയാളത്തിലെ ചെറുപ്പക്കാരികൾ മദ്യം കഴിക്കാൻ തുടങ്ങി. പല സ്ഥലത്തും പ്രശ്നം ഉണ്ടാക്കുന്നു, പല വീടുകളിലും പ്രശ്നം ഉണ്ടായി. അത് തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കൊല്ലത്ത് കണ്ടു. കന്യാസ്ത്രീയായി പോയി കന്യാസ്ത്രീ മഠത്തിൽ നിന്ന് പുറത്തിറങ്ങി അവര് ലഹരി ഉപയോഗിക്കുന്നു, മദ്യം ഉപയോഗിക്കുന്നതും കണ്ടു. അവരവസാനം ആത്മഹത്യ ചെയ്തത് നമ്മൾ കണ്ടു. പൊതുവെ എല്ലാ നിലവാരത്തിലും, എല്ലാ ലെവലിലും, എല്ലാ കുടുംബങ്ങളിലുള്ളവരും ചെറുതും വലുതും കുടുംബമൊന്നും നോക്കില്ല. വലിയ കുടുംബക്കാരാണ് അല്ലെ ചെറിയ കുടുംബക്കാർ, അതൊന്നും അല്ല. എല്ലാവരും തുല്യമായിട്ട് കേരളത്തിൽ ഇപ്പോൾ മദ്യപാനത്തിലെ അടിമകളായി ആൺകുട്ടികളിനൊപ്പം പെൺകുട്ടികളും വരുന്നത് നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെ പറയാൻ ഒക്കുള്ളൂ. കാരണം ഉയർച്ച ആണുങ്ങളുടെ ഒപ്പം വന്നു, അത് അല്പം ആണുങ്ങളിലും കവിഞ്ഞോ ഇല്ലയോ എന്നുകൂടെ നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും തുല്യത കാര്യത്തില് മദ്യപാനത്തിലും കുത്തുകേസിലും കൊലപാതകത്തിലും ഒക്കെ സ്ത്രീകള് അവർ ഒപ്പം എത്തിക്കഴിഞ്ഞു എന്ന് പറയേണ്ടിയിരിക്കുന്നു.